നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. കുടുംബമായിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. ട്രാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇനി മാറി മാറി വരും. അത് ഒരുപാട് സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ കിട്ടുന്നുണ്ട്. അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമാണ്. എൻ്റെ ക്രൂവിനോടും അതോടൊപ്പം തന്നെ കണ്ട പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നത്. എനിക്കറിയില്ല ആക്ച്വലി എങ്ങനെ ഓഡിയൻസ് റെസ്പോൺസ് എനിക്കിഷ്ടമായി. അടിപൊളി ഹാപ്പി. നിങ്ങളും ഷോ കാണും. ഓക്കെ, കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം. നല്ല എൻ്റർടൈനറാണ് പടം. ഫാമിലിയൊക്കെ സഹിതം കാണാൻ പറ്റുന്ന അടിപൊളി മൂവിയാണ്. ഓക്കെ, പടം എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. ഒരിക്കലും അത് നഷ്ടമാവത്തില്ല. അടിപൊളിയായിരിക്കും. കുറേ നാളിന് ശേഷം ഒരു ഫുൾ ലെങ്ത് കോമഡി പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ല സിനിമ. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണാം. ചിരിക്കാനുള്ളതുണ്ട് നല്ലോണം. പൈങ്കിളി സിനിമയാണ് ഞാൻ കണ്ടത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. അതായത് ഈ ചേച്ചിയാണ്, അമ്പാൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചിയാണ്. ചേച്ചി എനിക്ക് കണ്ടപ്പം തുടങ്ങി ഞാൻ ക്യാച്ച് ചെയ്തതാണ്. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് റിവ്യൂ പറയുന്ന ഒരാളാണ്. തിയേറ്ററിൽ ഞാൻ വന്ന് എനിക്ക് ചേച്ചിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചേച്ചി ഒരു മലയാളത്തിൻ്റെ ഒരു ഭാവി നടിയായിട്ട് മാറാൻ സാധ്യതകളാണ്. പ്രേക്ഷകർ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടതിന് ശേഷം അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒരുപാട് വിട്ടു പറയുന്നില്ല, കാരണം ചേച്ചി ചെയ്ത പെർഫോമൻസ് ആണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ പൈങ്കിളി എന്ന മൂവി ഒരുപാട് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈം കോമഡിയാണ്. ഒരു ലാഗോ മറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യാതെ ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ വന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു പോകാൻ പറ്റിയ ഒരു സിനിമയാണ്. അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ഓരോ ഫ്രെയിം ആണെങ്കിലും BGM ആണെങ്കിലും ഇതിൻ്റെ ആക്ടിംഗ് ആണെങ്കിലും അമ്പാൻ എന്ന് പറയുന്ന ഒരു ആക്ടിങ് അദ്ദേഹം നായകനായിട്ട് എത്തിയ സിനിമയാണ്. ഇത് അദ്ദേഹം ആവേശം പോലൊരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൻ്റെ പ്രവർത്തിച്ചിട്ടുള്ള ക്രൂ എന്ന് പറയുന്ന ആവേശം പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഒരു ക്രൂ ആണ്. ആവേശം പോലുള്ള സിനിമയുടെ ക്രൂ ആണ് ഇതിന് ഈ പൈങ്കിളി സിനിമയ്ക്ക് പ്രവർത്തിച്ചത്. എന്തായാലും അതിൻ്റെ ഒരു സാധനം ഇതിലേക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അമ്പാൻ്റെ ആക്ടിങ് ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല. മലയാളത്തിൻ്റെ ഭാവി വാഗ്ദാനമാണ് അമ്പാൻ. അതുപോലെ ഇതിൽ അബുസലീമായിട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോമഡി, അദ്ദേഹം ഭയങ്കര ഒരു മനുഷ്യനാണ്. അദ്ദേഹം കോമഡി ചെയ്യുന്നുണ്ട്. അതുപോലെ റിയാസ് ഖാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടി വരും. മലയാളത്തിന് ഇനി അവരെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കിടിലം പടം. ഫാമിലിയായിട്ട് നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് സന്തോഷകരമായിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഇതിനകത്ത് ഒരു ബാഡായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സീനും ഇല്ല. നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ് സിനിമയായിട്ട് ഇത് മാറും. ഇത് 2025 രണ്ടാമത്തെ ഹിറ്റടിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടമാണ് ഈ പൈങ്കിളി. സിനിമ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്പാനെന്ന് പറയുന്ന ആക്ടറുടെ സുഗു എന്ന് പറയുന്ന ക്യാരക്ടറെ അമ്മയായിട്ട് അനിത എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചെയ്യാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അമ്പാനെന്ന് പറയും എന്നെ അമ്മയെ പോലെയാണ് ശരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ശരിക്കും എങ്ങനെയാണ് അമ്മേനോട് പെരുമാറണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കരയുന്ന സീനൊക്കെ കണ്ടപ്പോഴത്തെ തന്നെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അത്രയും രസകരമായിട്ടാണ് അമ്പാൻ എന്ന് പറയുന്ന ആവേശത്തിലൂടെ കണ്ട അമ്പാനല്ല നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ആ കഴിവിൻ്റെ പരമാവധി എടുത്തിട്ടുണ്ട്. ചിരിക്കാനുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അപ്പം എനിക്കൊരു വേഷം തന്നതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരും പടം കാണണം. നന്ദി, നമസ്കാരം. അടിപൊളി, സൂപ്പർ. ഒരു നഷ്ടവും വരില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. എല്ലാവരും കോമഡിയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും.